പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ അതിദയനീയമായിട്ടുള്ള പരാജയത്തെ തുടർന്ന് തിരുത്തൽ പ്രക്രിയയെക്കുറിച്ചുള്ള ചർച്ചകളാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുത്തൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. എന്നാലും തിരുത്തൽ എന്നുള്ള ഒരു അജണ്ടയിലേക്ക് CPM-ന്റെ കേന്ദ്ര നേതൃത്വം എത്തിയിരിക്കുന്നു. ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ടിലധികം കേരളത്തിലെ ഏക ഛത്രാധിപതിയായി വിലസിയിരുന്ന പിണറായി വിജയനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ കമ്മിറ്റികളിലെ കേട്ട് പപ്പും കൂടെയും പറിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ്റെ കൂടെ നിന്നവർ തന്നെ പിണറായി വിജയനെ മസ്തകം തകർക്കുന്ന കാഴ്ചകൾ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പാർട്ടി ത്രിപുരയുടെയും ബംഗാളിൻ്റെയും വഴി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നും പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ഒലിച്ചുപോയി എന്നും പാർട്ടിയുടെ വോട്ടുകൾ BJP-യിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ദേശീയ നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള പ്രകാശ് കാരാട്ട്. സുഹൃത്തുക്കളെ, അന്തരീക്ഷത്തിൽ ഈ മോങ്ങലുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ പിണറായി വിജയനെ ഈ പറഞ്ഞതുപോലെ നേതാക്കന്മാർ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ഇങ്ങനെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയനെതിരെ ഏതാണ്ട് ഒരു 1.5 പതിറ്റാണ്ടിനടുത്ത് പോരാടിയ മഹാനായ ആ നേതാവിനെ കുറിച്ച് നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏക ഛത്രാധിപതി, പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏകാധിപതി ഇന്ന് പാർട്ടി നേതാക്കൾക്ക് മുന്നിലും പാർട്ടി അംഗങ്ങൾക്ക് മുമ്പിലും പാർട്ടി അണികൾക്ക് മുമ്പിലും ജനങ്ങൾക്ക് മുമ്പിലും വിവസ്ത്രനായി നിൽക്കുമ്പോൾ പിണറായി വിജയനെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തിയ ആ വന്ധ്യ വയോധികനെ നമുക്കെങ്ങനെയാണ് മറക്കാൻ കഴിയുക സുഹൃത്തുക്കളെ? ആ വന്ധ്യ വയോധികൻ ഇന്നും ജീവിച്ചിരിക്കുകയാണ്. 101 വയസ്സുണ്ട്. പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, സ്വാഭാവികമാണല്ലോ. 100 വയസ്സ് കഴിഞ്ഞു. പക്ഷേ PS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യൻ ഇന്ന് ഇന്ത്യയിലെ CPM-ൽ തന്നെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയവൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം ഇതൊക്കെ അറിയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇന്ന് പിണറായി വിജയൻ വിചാരണ ചെയ്യപ്പെടുമ്പോൾ, പിണറായി വിജയൻ ഇന്ന് CPM-ന്റെ അന്തകനാണെന്ന് എന്ന് വിലയിരുത്തപ്പെടുമ്പോൾ, പിണറായി വിജയനോടൊപ്പം ഈ പാർട്ടിയും പോകുന്ന സ്ഥിതി ഉണ്ടാവരുതെന്ന് കേന്ദ്ര നേതാക്കന്മാർ ആണയിട്ട് നമ്മളോട് പറയുമ്പോൾ, പിണറായി വിജയൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയിൽ തിരുത്തൽ പ്രക്രിയ ഉണ്ടെങ്കിലേ നിലനിൽക്കാൻ കഴിയൂ എന്ന് പറയുമ്പോൾ PS അച്യുതാനന്ദനെ കുറിച്ച് ഓർക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും സുഹൃത്തുക്കളെ നമുക്ക്? കാരണം എന്താ, 1998-ൽ ഈ പിണറായി വിജയനാണ് ഈ അച്യുതാനന്ദൻ, ഈ VS ആണ് ഈ പിണറായി വിജയനെ കൈപിടിച്ച് പിന്നെ പാർട്ടി സെക്രട്ടറിയായി കൊണ്ടുവന്നത്. അത് സത്യം പറഞ്ഞാൽ അത് വലിയൊരു വൈരുദ്ധ്യമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ യഥാർത്ഥത്തിൽ? അച്യുതാനന്ദൻ്റെ ഒരു ബന്ധു എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ ഈ സ്ഥാനത്തേക്കൊക്കെ വരുന്നതിന് മുമ്പ് PS അച്യുതാനന്ദൻ LDF കൺവീനറായിരുന്ന സമയത്ത് മറ്റാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ PS അച്യുതാനന്ദൻ LDF കൺവീനർ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അന്ന് PS അച്യുതാനന്ദൻ കണ്ണൂരിലേക്ക് കാറിൽ പോകാനായിട്ട് ഇരിക്കുമ്പോൾ PS അച്യുതാനന്ദൻ്റെ വീട്ടിലിൻ്റെ മുന്നിൽ നിന്ന് താടിക്ക് കൈയും കൊടുത്തിരിക്കുമായിരുന്നു അത്ര ഈ പിണറായി വിജയൻ PS അച്യുതാനന്ദനോടൊപ്പം കണ്ണൂരിലേക്ക് യാത്ര തിരിക്കാൻ. ആ പിണറായി വിജയൻ പിന്നെ ഒരു 10 പതിറ്റാണ്ട് കാലത്തിലധികം അല്ലെങ്കിൽ 1/4 നൂറ്റാണ്ടോളം കാലം ഈ പാർട്ടിയെ അടക്കി വാണു. ആ വാണ സമയങ്ങളിൽ യഥാർത്ഥത്തിൽ 2001 മുതൽ 2013 വരെ PS അച്യുതാനന്ദന് പിണറായി വിജയനെതിരെ സന്ധിയില്ല സമരം നടത്തുന്ന PS അച്യുതാനന്ദനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഓർക്കണ്ടേ? 2001-2006 കാലഘട്ടം, അന്ന് PS പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് PS ഉയർത്തിക്കൊണ്ടുവരുന്ന എല്ലാ അഴിമതി വിഷയങ്ങളിലും അഴിമതിക്കാർക്കൊപ്പമായിരുന്നില്ലേ പിണറായി വിജയൻ്റെ സാന്നിധ്യം? എത്രയോ വിഷയങ്ങൾ, മതികെട്ടാൻ വിഷയം, പൂയംകുട്ടി വിഷയം, ഈ പറഞ്ഞ എൻഡോസൾഫാൻ വിഷയം, ഓൺലൈൻ ലോട്ടറി വിഷയം, ഈ വിഷയങ്ങളിലെല്ലാം തന്നെ PS എന്ത് ഉയർത്തിക്കൊണ്ടുവന്നാലും അന്ന് അഴിമതിക്കാർക്ക് അനുകൂലമായിട്ടല്ലേ ആയിരുന്നില്ല ഈ പിണറായി വിജയൻ്റെ നിൽപ്പ്? അന്ന് ഈ പിണറായി വിജയനെതിരെ സന്ധിയില്ല സമരം നടത്തിയ ആളായിരുന്നില്ലേ VS? 2005-ൽ മലപ്പുറം സമ്മേളനത്തിലേക്ക് VS പോകുമ്പോൾ 8 ജില്ലകളുടെ ഭൂരിപക്ഷമായിട്ടല്ലേ VS അന്ന് പോയത്? 8 ജില്ലകളുടെ ഭൂരിപക്ഷം 14 ജില്ലകളിൽ. എന്നാൽ VS-നെ 2005-ൽ ഫെബ്രുവരിയിൽ പിന്നെ സംസ്ഥാന സമ്മേളനത്തിൽ മുട്ടുകുത്തിക്കുകയായിരുന്നില്ലേ ഈ പിണറായി വിജയൻ ചെയ്തത്? എല്ലാ വൃത്തികേടുകളുടെയും കൂടെ നിന്നുകൊണ്ട്, എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് PS-ന്റെ ഭൂരിപക്ഷത്തിനെ തകർത്തില്ലാതാക്കുകയായിരുന്നില്ലേ പിണറായി വിജയൻ 2005-ൽ മലപ്പുറം സമ്മേളനത്തിൽ ചെയ്തത്? അന്ന് PS താൽക്കാലികമായി പരാജയപ്പെട്ടു. എങ്ങനെയാണ് പരാജയപ്പെട്ടത്? PS-ന്റെ കയ്യിൽ പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. PS-ന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല, PS-ന്റെ കയ്യിൽ സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നില്ല, മറ്റനധികൃതമായിട്ട് ഒന്നും ചെയ്യാൻ PS-ന് കഴിയില്ലായിരുന്നു. PS-ന്റെ കൂടെ രാഷ്ട്രീയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും മാത്രം ഉണ്ടായിരുന്ന PS-നെ
അവിടെ താൽക്കാലികമായി പിണറായി തോൽപ്പിച്ച് പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കി പിണറായി വിജയൻ. എന്നാണ് മനോരമയിൽ മിന്നൽ പിണറായി എന്ന് പറഞ്ഞ വാർത്ത വന്നത്. അങ്ങനെ 2005 ഫെബ്രുവരിയിൽ പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കിയ പിണറായി വിജയന് പിന്നെ ആഗ്രഹം 2006 മെയ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതായിരുന്നു. അതിനുള്ള നടപടികൾ അദ്ദേഹം ആരംഭിച്ചു. പക്ഷേ 2006 തെരഞ്ഞെടുപ്പിന് മുമ്പ് 2006 മാർച്ചിൽ നമ്മളെന്താ കണ്ടത്? അൺപ്രസിഡന്റഡായിട്ടുള്ളൊരു അഭീവൽ, ജനങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്, നിരത്തുകളിൽ മുഴുവൻ ജനങ്ങൾ ആർക്ക് വേണ്ടി? VS വേണ്ടി. VS മുഖ്യമന്ത്രിയാക്കാതെ തങ്ങൾ പിന്മാറില്ല എന്ന് പറയുന്ന ജനങ്ങൾ അവരിറങ്ങി തിരിച്ചു. അവസാനം പിണറായി വിജയൻ വാലും ചുരുട്ടി ഓടി. ജനങ്ങൾ 100-നെടുത്ത് സീറ്റിന് പിന്നെ അച്യുതാനന്ദനെ വിജയിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കി. പക്ഷേ പകതീരാഞ്ഞ പിണറായി വിജയൻ എന്താ ചെയ്തത്? ഒന്നും ചെയ്യാൻ അനുവദിച്ചില്ല 5 വർഷക്കാലം VS കൊണ്ട്. കാരണം പാർട്ടി സെക്രട്ടറി ഇയാളായിരുന്നു. പാർട്ടി നൽകുന്ന പിന്നെ കടലാസുകളിൽ ഒപ്പുവെക്കുക എന്നുള്ളൊരു ജോലി മാത്രമാണ് VS അച്യുതാനന്ദൻ അന്ന് മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ ലാവ്ലിൻ കേസ് വന്നു. ലാവ്ലിൻ കേസ് എടുത്ത് VS പിന്നെ പോരാട്ടം തുടർന്നു. യഥാർത്ഥത്തിൽ 2005 ലാവ്ലിൻ കേസ് ആദ്യം വന്നു. അന്ന് മുതൽ VS പോരാടുകയായിരുന്നു. ആ പോരാട്ടം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായതിനു ശേഷം തുടർന്നു. അനവധി കത്തുകൾ ഈ പ്രകാശ് കാരാട്ടിന് VS എഴുതി. CAG റിപ്പോർട്ട് വന്നപ്പോൾ പിണറായി മാറ്റണമെന്നും പറഞ്ഞ് കത്തെഴുതി. ഇയാൾ കുലുങ്ങിയില്ല, ഈ പ്രകാശ് കാരാട്ട് കുലുങ്ങിയില്ല. അതിനുശേഷം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചപ്പോഴും VS കത്തെഴുതി. അപ്പോഴും ഇയാൾ കുലുങ്ങിയില്ല. ആര്? ഇപ്പോൾ ഇവിടെ വന്ന് പാർട്ടി തകരുമെന്ന് പറഞ്ഞ് കരയുന്ന മോങ്ങുന്ന ഈ പ്രകാശ് കാരാട്ട് പിന്നെ കുലുങ്ങിയില്ല. അതിനുശേഷം പിണറായി വിജയനെ CBI പ്രതി ചേർത്തപ്പോൾ അപ്പോഴും VS അച്യുതാനന്ദൻ കത്തെഴുതി. അപ്പോഴും ഇയാൾ കുലുങ്ങിയില്ല. അതിനിടയിൽ പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം ഗവർണർ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള വിഷയത്തിൽ ഗവർണർ അനുവാദം കൊടുക്കാൻ പാടില്ല എന്ന് മന്ത്രിസഭ തീരുമാനിക്കണമെന്ന് പാർട്ടി ശഠിച്ചു. അപ്പോൾ VS പറഞ്ഞു, കഴിയില്ല, എനിക്കതിന് നിൽക്കാൻ കഴിയില്ല. അഴിമതി ഇടപാടിൽ ഇതുപോലൊരു തീരുമാനത്തിന് മുഖ്യമന്ത്രി ആയാലും എന്നെ കിട്ടില്ല എന്ന് VS പറഞ്ഞു. പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം ഗവർണർക്ക് കൊടുക്കുന്നതിനെതിരായി നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന് നിലപാടെടുത്ത VSനെ 2009 ഈ പ്രകാശ് കാരാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കിയ സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്കണം. ഇപ്പം മുട്ടുമുട്ടിച്ച് ഇക്ഷയെണ്ണ വരയ്ക്കുകയാണ് ഈ പ്രകാശ് കാരാട്ട്. അച്യുതാനന്ദൻ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും അവിടെ ഇരുന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ അഴിമതിക്കാരനായിട്ടുള്ള പിണറായി വിജയനെതിരെ സമരം ചെയ്തതിന് ഈ പ്രകാശ് കാരാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള CPM അച്യുതാനന്ദനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് 2009 ഒഴിവാക്കിയ സുഹൃത്തുക്കളെ. അഴിമതിക്കാരനായിട്ടുള്ള പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ നിലനിർത്തി ഈ പ്രകാശ് കാരാട്ടാണ് അത് മുഴുവൻ ചെയ്തത്. അങ്ങനെ 2006-11 കാലഘട്ടത്തിൽ VSനെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ല, മുഖ്യമന്ത്രിയായിട്ടും ഒന്നും ചെയ്യിപ്പിച്ചില്ല. 2011 തെരഞ്ഞെടുപ്പിലും PS ജയിക്കുമായിരുന്നു. പക്ഷേ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള കുരുട്ടുവിദ്യയുടെ ഭാഗമായി ഒരു 3-4 സീറ്റിൽ LDF തോറ്റു. അങ്ങനെയാണ് 68 സീറ്റിലേക്ക് LDF ഒതുങ്ങിയത്. അവിടെയും പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഒരു കുരുട്ട് ബുദ്ധിയായിരുന്നു. മന്ദലാംകുഴി അലിയെ അങ്ങോട്ട് ഓടിച്ച് വിട്ടതുൾപ്പെടെ 3-4 സീറ്റിൽ കൃത്രിമം കാണിച്ച് പിന്നെ VS വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ ചെയ്തു അയാൾ. അങ്ങനെ VS തോറ്റു. എങ്കിലും 2011 VSനെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന് ജനങ്ങൾ പറഞ്ഞു. VS വീണ്ടും പ്രതിപക്ഷ നേതാവായി. 2016 വരെ VS പ്രതിപക്ഷ നേതാവായി. 2016 VSനെ കാണിച്ച് 140 മണ്ഡലങ്ങളിലും പ്രചരണം നടത്തിയ പിണറായി വിജയൻ ഉളുപ്പില്ലാതെ VSനെ പുറംകാല് കൊണ്ട് തൊഴിച്ച് 2016 മുഖ്യമന്ത്രിയായി. പക്ഷേ 2013 ആയപ്പോൾ പിന്നെ ലാവ്ലിൻ കേസിൽ എല്ലാവരെയും വെറുതെ വിട്ടുകൊണ്ട് CBI കോടതിയുടെ വിധി വന്നപ്പോൾ VSന് പിന്നെ സമര പോരാട്ടങ്ങളിൽ നിന്ന് താൽക്കാലികമായി പിന്മാറേണ്ടി വന്നു. അങ്ങനെ പിന്മാറിയ PS പിന്നീട് ഈ പറഞ്ഞതുപോലെ പോരാട്ടങ്ങളെല്ലാം നിർഭാഗ്യവശാൽ അവസാനിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഈ പാർട്ടിയെ കരതലാമലകം പോലെ പിണറായി വിജയൻ ഒരു 10 കാലം കൊണ്ടുനടന്നു. 2014 മുതൽ 2014 പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. 16 മുഖ്യമന്ത്രിയായി. അതിനുശേഷം 21 മുഖ്യമന്ത്രിയായി. പിണറായി വിജയൻ്റെ തോന്നിയാസങ്ങളും ചെറ്റത്തരങ്ങളും നടന്നു. VS പക്ഷെ ജീവിച്ചിരുന്നു. VSന് പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായി. VS ജീവിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? VS നടത്തിയ സമരം ഒരു ലോജിക്കൽ എൻഡിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. 25 വർഷക്കാലമായി പാർട്ടിയെ അടക്കി ഭരിച്ച, കഴിഞ്ഞ ഒരു 10 കാലമായി പാർട്ടിയിൽ ഏകാധിപതിയെപ്പോലെ ഏകഛത്രാധിപതിയെ പോലെ വാണ പിണറായി വിജയൻ ഇന്ന് പാർട്ടി അണികളുടെ മുന്നിലും ജനങ്ങളുടെ മുമ്പിലും തുണി ഉലിഞ്ഞ് വിവസ്ത്രനായി നിൽക്കുകയല്ലേ സുഹൃത്തുക്കളെ? നമുക്ക് അപ്പോൾ അച്യുതാനന്ദനെ കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയുമോ?
ഇന്ന് ഈ തിരുത്തൽ നടക്കുമ്പോഴും പാർട്ടി രക്ഷപ്പെടില്ല എന്ന് പറയാൻ നമ്മൾ നിർബന്ധിതനാകുന്നു. എന്തുകൊണ്ടാണ്? പാർട്ടിയെ അഴിമതിയിൽ മുക്കിപ്പൊക്കിയെടുത്തു പിണറായി വിജയൻ. ഒരു തുണി ഈ ചെളിയിൽ മുക്കിപ്പൊക്കുന്നത് പോലെ പാർട്ടിയെ ഒന്നാകെ അഴിമതിയിൽ പൊക്കിയെടുത്തു പിണറായി വിജയൻ. അതുകൊണ്ട് ഈ പാർട്ടിയിൽ ഇനി തിരുത്തൽ നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പായി പറയാം. പക്ഷേ PS അച്യുതാനന്ദൻ പിണറായി വിജയനെതിരെ പോരാട്ടം നടത്തിയ സമയത്ത് ഈ പാർട്ടിയിൽ തിരുത്തൽ നടന്നിരുന്നെങ്കിൽ ഈ പാർട്ടി രക്ഷപ്പെടുമായിരുന്നു സുഹൃത്തുക്കളെ. അതിനെല്ലാം തടസ്സം നിന്നയാൾ ഈ പ്രകാശ് കാരാട്ടാണ്. ആ പ്രകാശ് കാരാട്ടിന് തന്നെ ഇപ്പോൾ വന്ന് പാർട്ടി ബംഗാളിൻ്റെ വഴിയേയും ത്രിപുരയുടെ വഴിയേയും പോകുമെന്ന് പറയേണ്ടി വരുന്നു. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ഒലിച്ചുപോയി എന്ന് പറയേണ്ടി വരുന്നു. അത് ഒരു കാവ്യനീതിയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. PS അച്യുതാനന്ദൻ്റെ കാലത്ത് പാർട്ടിക്ക് വേണം തിരുത്താമായിരുന്നു. കാരണം വിട്ടുവീഴ്ചയില്ലാത്തൊരു നേതാവെന്ന് അന്ന് CPM-ലുണ്ടായിരുന്നു. രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിലും പ്രത്യശാസ്ത്രത്തിൻ്റെ കാര്യത്തിലും അഴിമതിയുടെ കാര്യത്തിലും സ്വജനപക്ഷപാതത്തിൻ്റെ കാര്യത്തിലൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത നേതാക്കന്മാരുണ്ടെങ്കിൽ മാത്രമേ പാർട്ടിയിൽ തിരുത്തലുകൾ സാധ്യമാവൂ സുഹൃത്തുക്കളെ. അന്ന് VS-ൻ്റെ കാലത്ത് PS എഴുതിയ കത്തുകൾ ഗൗരവമായി കാണുകയും അഴിമതി കേസിൽ പ്രതിയായി പിണറായി വിജയനെ ഈ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ ഈ പ്രകാശ് കാരാട്ടെന്ന് തയ്യാറാവുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ പാർട്ടി ഇന്ന് രക്ഷപ്പെടില്ലായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നിവിടെ വന്ന് മോങ്ങുന്ന, പാർട്ടി ഇല്ലാതായി പോകുന്ന മോങ്ങുന്ന, കരയുന്ന പ്രകാശ് കാരാട്ടല്ലേ ഇതിന് ഉത്തരവാദി? പിണറായി വിജയനെതിരെ VS എഴുതിയ കത്തുകൾ മുഴുവൻ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയ പ്രകാശ് കാരാട്ടല്ലേ ഇതിന് ഏറ്റവും വലിയ ഉത്തരവാദി? അതുകൊണ്ട് ഇന്ന് ജനങ്ങൾക്ക് മുമ്പിൽ പിണറായി വിജയൻ തുണിയുരിഞ്ഞ് നിൽക്കുമ്പോൾ, പിണറായി വിജയൻ്റെ പപ്പും കൂടെയും ഇന്ന് പാർട്ടി നേതാക്കന്മാർ പറിക്കുമ്പോൾ, പാർട്ടി അണികൾ പിണറായി വിജയനെ ഇങ്ങനെ ഇടതും വലതും എടുത്തിട്ട് ചുട്ടെടുക്കുമ്പോൾ നമ്മൾ VS അച്യുതാനന്ദനെ കുറിച്ചിട്ട് ഓർക്കണം. VS അച്യുതാനന്ദൻ നടത്തിയ പ്രൗഢോജ്വലമായിട്ടുള്ള സമര പോരാട്ടങ്ങളെ കുറിച്ചിട്ട് ഓർക്കണം. പിണറായി വിജയൻ നടത്തിയിട്ടുള്ള അഴിമതിക്കെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയും മാഫിയ പ്രവർത്തനത്തിനെതിരെയും അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെയും VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ആ വയോവൃദ്ധൻ, ആ വന്ധ്യ വയോധികൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലെജൻഡറി ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉയർത്തിയ ആ ഉജ്ജ്വലമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ ഈ സമയത്ത് നമ്മൾ ഓർക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അയാളുടെ കൂടെ PS അച്യുതാനന്ദൻ്റെ കൂടെ ഉണ്ടായിരുന്നവന്മാരെല്ലാം അഴിമതിക്ക് മുമ്പിൽ കീഴടങ്ങി. ഒന്നോ രണ്ടോ നേതാക്കന്മാരൊഴികെ, ചന്ദ്രൻപിള്ളയോ അല്ലെങ്കിൽ CKP പത്മനാഭനോ ഒഴികെ ബാക്കി എല്ലാവരും പിണറായി വിജയൻ്റെ അഴിമതിക്ക് മുമ്പിൽ മൂക്കിൽ ഇക്ഷയിണ വരച്ചു. പക്ഷേ VS അച്യുതാനന്ദനെ നമ്മൾ ഓർക്കേണ്ട സമയം ഇതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ അധികാരഭ്രഷ്ടനായതിനു ശേഷം മാത്രമേ VS ഈ ലോകത്തോട് വിട പറയുന്നു. VS ലോകത്തോട് വിട പറയണം എന്നൊരിക്കലും എനിക്ക് ആഗ്രഹമില്ല. VS ഇനിയും പരമാവധി കാലം ജീവിച്ചിരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ പിണറായി വിജയൻ അവസാനിച്ചിട്ട് മാത്രമേ, പിണറായി വിജയൻ പാർട്ടിയിൽ ഒന്നുമല്ലാതായിട്ട് മാത്രമേ, പിണറായി വിജയൻ ചെയ്ത തെറ്റുകൾക്ക് കണക്ക് പറഞ്ഞിട്ട് മാത്രമേ VS ഈ ലോകത്തോട് വിട പറയൂ എന്നുള്ളത് ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ നടക്കൂ എന്ന് എനിക്ക് 100% അല്ലെങ്കിൽ 150% ഉറപ്പാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്, CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ടുവെങ്കിലും VS അച്യുതാനന്ദൻ വരച്ച വരയിലൂടെ, PS അച്യുതാനന്ദൻ തെളിച്ച പാതയിലൂടെ അഴിമതികൾക്കും അനീതികൾക്കുമെതിരെ ഒരുപാട് ദുരിതങ്ങൾ നേരിട്ടിട്ടും പടപൊരുതി മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയുന്നു എന്നുള്ള കാര്യത്തിലും എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് സുഹൃത്തുക്കളെ.